നമസ്കാരം. മറയൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ 74-ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. അഡ്വക്കേറ്റ് എ. രാജ MLA ഉദ്ഘാടനം ചെയ്തു. ലാബുകൾക്ക് വേണ്ടി നമ്മുടെ കുളതികൾ പഠിക്കக்கூடிய ലാബ് സൗകര്യങ്ങൾക്ക് വേണ്ടി 1 കോടി രൂപ കൊടുത്ത് അതற்கான വേലയിൽ റിലീസ് ചെയ്യപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം പിന്നോക്കം നിൽക്കக்கூடிய ഒരു പകുതിയിൽ ഇരിക്കக்கூடிய പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടി നാം ചെയ്യக்கூடிய കാര്യങ്ങൾ அதன் பாகப்பட்ட நிறைய குழந்தைகள் வந்து அங்கே படிக்கிறார்கள். இப்படி அரசு பள்ளிக்கூடங்களில் மாற்றங்கள் உருவாக வேண்டும் என்று தீர்மானித்ததனுடைய அடிப்படையில் கேரளத்தில் கடந்த 10-12 வருடங்களாக கேரளத்தை பொறுத்தவரைக்கும் கணக்கெடுப்பு பார்க்கும் பொழுது ஏகദേശം 13 லட்சம் குழந்தைகள் அரசு பள்ளிக்கூடங்களில் புதிதாக இன்னைக்கு அட்மிஷன் எடுக்கிறார்கள். நமக்கு பெருமையாக சொல்ல முடியும். கேரளத்தில் நாங்கள் வித்தியாபியாசத்தில் கல்வித்துறையில் முதலிடத்தில் இருக்கிறோம் அப்படின்னு சொன்னால் கேரளத்தில் அரசாங்க பள்ளிக்கூடத்தில் படிப்பதற்கு வேண்டி இன்னைக்கு குழந்தைகள் எல்லாம் வருகை தருகிறார்கள். கேரளத்தை பொறுத்த வரைக்கும் கல்வித்துறை முதன்மையாக இன்றைக்கு இருந்து கொண்டிருக்கிறது. எல்லா காரியங்களும் சரியாக ஒரு குழந்தைக்கு என்ன தேவை இருக்கிறது என்பதை கண்டறிந்து கொண்டு ப்ரீ பிரைமரி உங்களுடைய ப்ரீ பிரைமரிக்கு இன்னைக்கு அங்கீகாரம் கிடைக்கவில்லை. அங்கீகாரம் கிடைக்க வேண்டும் என்று சொல்லிதான் நம்மளால் கிடைக்கிறோம். அதற்கான കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നു. കണ്ടിപ്പാണ് മുറിയിൽ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് അധ്യക്ഷത വഹിച്ചു. അഗസ്റ്റിൻ സാറായിരുന്നു 124 കുട്ടികൾ മാത്രമാണ് അന്ന് ഈ സ്കൂളിലെ സെക്രട്ടറി എന്ന് പറയുന്നത്. അന്ന് നമ്മുടെ ആദിവാസി മേഖല ഉൾപ്പെടുന്ന 1-ാം വാർഡിൽ വേഗപ്പാറ സ്കൂളിലെ 118ഓളം കുട്ടികൾ NTLC ITDP സ്കൂളുകളായ വിവിധ ആദിവാസി മേഖലകളിലെ സ്കൂളുകളിലെ കുട്ടികളൊക്കെ വളരെ കൂടുതലുണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രത്യേകമായ ഈ കുട്ടികൾക്ക് കൂടി ആനുകൂല്യം ലഭിക്കണമെന്ന നിലയിൽ അവർക്കും നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ഉദ്ദേശലക്ഷ്യത്തോടുകൂടി ആ സ്കൂളുകൾ നിർത്തലാക്കിയപ്പോൾ കൂടുതൽ കുട്ടികൾ ഈ സ്കൂളിലോട്ട് വരികയും വളരെ കുറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തിച്ചു വരികയുമാണ് ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ഈ സ്കൂളിന്റെ അഗസ്റ്റിൻ സാർ മാറി ST രാജ സാറ് ഈ സ്കൂളിൽ വരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ സ്കൂളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നുള്ള ചർച്ചകൾ പിന്നീട് ചർച്ചകളിൽ ഉയർന്നു വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ ഈ സ്കൂളിനുള്ള പിന്തുണ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ത്രിതല പഞ്ചായത്തിൽ നിന്നും MLAയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ സഹായങ്ങൾ പൊതുവിദ്യാഭ്യാസം കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ ഇന്ന് ഏതാണ്ട് 500 കുട്ടികൾ ഈ സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തി വരികയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം R. ഈശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക റാണി C. വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മറയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ ഹെൻറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC ജോസ്, സുമതി സെന്തിൽകുമാർ, മൂന്നാർ AEO ശരവണൻ C തുടങ്ങിയവർ ആശംസകൾ നേർന്നു. PTA കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് കുമാർ TG സ്വാഗതവും അധ്യാപിക പുഷ്പലത R കൃതജ്ഞതയും അർപ്പിച്ചു. വിദ്യാഭ്യാസവും ജോലിയും നൽകണമെന്ന 5 നാട് വെള്ളാളർ വിഭാഗത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് മേഖലയിലെ സമുദായ അംഗങ്ങൾ ചടങ്ങിൽ വെച്ച് MLA അഡ്വക്കേറ്റ് എ. രാജയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വിജയകുമാർ പെരുമാൾ നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.